സമസ്ത കേരള ജമിയത്തുൽ ഉലമ ഒരൊറ്റ തീരുമാനവും മാറ്റി പറയേണ്ടി വന്നിട്ടില്ല. അത് മാറ്റി പറയുകയുമില്ല. അത് വരക്കൽ മുല്ലക്കോഹത്തങ്ങൾ തുടങ്ങി വെച്ചതാണ്. അത് പാങ്ങിൽ അഹമ്മദ് കുട്ടി മുസ്ലിയാർ, പുതിയ അബ്ദുറഹ്മാൻ മുസ്ലിയാർ, ഷിഹാബുദ്ദീൻ അഹമ്മദ് വയ ഷാലിയാത്തി, മൗലാന അബുൽ ഹഖ് അബ്ദുൽ ബാരി വഫാത്തായ മാസവും കൂടിയാണ്. ശംസുൽ ഉലമ ഖുതുബി മുഹമ്മദ് മുസ്ലിയാർ. അൽഹംദുലില്ലാ, ആദർശവും ആശയും വെള്ളം ചേർക്കാതെ, അഡീഷനും ഡിലീഷനും എഡിറ്റിംഗും ഇല്ലാതെ ഇന്ന് നിലക്കുന്ന പ്രസ്ഥാനം മഹാനായ സുൽത്താനുൽ ഉലമ കാന്തപുരം ഉസ്താദ് ഹഫിളഹുല്ലാഹ്, മഹാനായ റഈസുൽ ഉലമ, മഹാനായ താജുൽ മുഹഖ്ഖീൻ ശൈഖുനാ കോട്ടൂർ ഉസ്താദ് നേതൃത്വം നൽകുന്ന ആ സമസ്ത കേരള ജമിയത്തുൽ ഉലമക്ക് 100ാം വാർഷികം ആഘോഷിക്കാൻ അർഹതയുള്ളൂ എന്ന് പറയുമ്പോൾ എന്റെ പ്രിയപ്പെട്ടവർ, നിങ്ങൾ മനസ്സിലാക്കണം, ആദർശങ്ങളും ലക്ഷ്യങ്ങളും എന്തെങ്കിലും ഒന്ന് അഡീഷൻ അല്ലെങ്കിൽ എഡീഷൻ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു എഡിറ്റ് ചെയ്യാതെ അതേ രൂപത്തിൽ നിലനിർത്തിയ പ്രസ്ഥാനം ആരാണ്? നേതൃത്വം ആരാണ്? മഹാനായ റഈസുൽ ഉലമ, മഹാനായ സുൽത്താനുൽ ഉലമ, മഹാനായ താജുൽ മുഹഖ്ഖീൻ ശൈഖുനാ. ആയതുകൊണ്ട് ഈ സമസ്തക്ക് മാത്രമാണ് ആശയാടിസ്ഥാനത്തിൽ 100ാം വാർഷികം നടത്താൻ അർഹതയുള്ളൂ എന്ന് ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ സമസ്തയുടെ പ്രചാരണം ഇൻഷാ അല്ലാഹ്, അത് സമസ്തയുടെ ജമിയത്തുൽ ഉലമ കഴിഞ്ഞ ദുൽഹജ്ജ് 14 ചാന്ദ്രവർഷമനുസരിച്ച് 100 തികഞ്ഞിട്ടുണ്ട്. പക്ഷേ സൗരവർഷമനുസരിച്ച് 100 വർഷം ഇൻഷാ അല്ലാഹ് 2026 വരുന്ന ഡിസംബർ 30 അതിന്റെ പ്രഖ്യാപനമാണ്. 100ാം വാർഷികത്തിന്റെ പ്രഖ്യാപനം. അവിടെ എല്ലാവർക്കും പ്രവേശനമില്ല. അവിടെ പ്രതിനിധികൾക്ക് മാത്രമേ പ്രവേശനമുള്ളൂ. ഞങ്ങൾ കഴിഞ്ഞ മീറ്റിംഗിൽ ആരോ പറഞ്ഞു, ജനങ്ങൾ എങ്ങനെ നിയന്ത്രിക്കുമെന്ന് ആലോചിക്കേണ്ട ഒരു അവസ്ഥയിലേക്ക് നമ്മുടെ പ്രസ്ഥാനം എത്തില്ലേ. പലരും ചോദിക്കുന്നു, ഞങ്ങളൊന്ന് അങ്ങോട്ട് വരട്ടെ. കാരണം ഞങ്ങളെ പ്രതിനിധികൾ ഉൾക്കൊള്ളാൻ പറ്റാവുന്ന വിശാലമായ സജ്ജീകരണങ്ങളും സൗകര്യമുള്ള ഒരു ഗ്രൗണ്ട് ഞങ്ങൾ കണ്ടെത്താൻ. എന്നാൽ സമസ്തരെ 3 കൊല്ലം കഴിഞ്ഞ് സമസ്തകളുടെ ജമിയത്തുൽ ഉലമയുടെ വാർഷികം എവിടെ വെച്ച് നടത്തണമെന്ന് ആലോചിക്കും. അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിന്റെ അഖീദയിൽ സമസ്തകളുടെ ജമിയത്തുൽ ഉലമ നേതൃത്വം നൽകുന്ന, പ്രതിദാനം ചെയ്യുന്ന ആശയങ്ങൾ 100% മുറുകെ പിടിച്ച് നമുക്ക് ധൈര്യസമേതം എവിടെയും പറയാൻ, പ്രചരിപ്പിക്കാൻ കഴിയും. തൗഫീഖ് നൽകണേ അല്ലാഹ്.